പരിശുദ്ധ കന്യകാമറിയം ഉണ്ണിയേശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ജീവിത പ്രതിസന്ധികളെയും ചങ്കോട് ചേർത്ത് പിടിച്ച് ഓരോ ദിവസവും എത്ര തവണയാണ് നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്നത്. മറിയത്തിന്റെ രണ്ടാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് നമ്മുടെ വ്യാകുലം തന്നെയാണ്. ഓരോ അപ്പനും ഓരോ അമ്മയും ഓരോ രക്ഷിതാക്കളും തങ്ങളുടെ മക്കളെ പോറ്റി വളർത്തി വലുതാക്കുവാൻ, ഈ ലോകത്തിന്റെ ശത്രുകരങ്ങളിൽ വീണുപോകാതിരിക്കാൻ നെഞ്ചിൽ നെരുപ്പോടുമായി ഓടി നടക്കുന്നവർ ഓരോ വീട്ടിലുമുണ്ട്, ഇല്ലേ? ഉണ്ട്. മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ എടുക്കുന്ന ത്യാഗം അത് വ്യാകുലങ്ങൾ തന്നെയാണ്. മക്കളെ കുറിച്ചുള്ള ദൈവീക പദ്ധതി നിറവേറ്റാൻ മാതാപിതാക്കന്മാർ രക്ഷിതാക്കൾ ഏറ്റെടുക്കുന്ന ത്യാഗങ്ങൾ കുറച്ചൊന്നുമല്ല. മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഈ വ്യാകുലങ്ങളൊക്കെ മക്കളൊരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. കുഞ്ഞുങ്ങളെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ, അവരെ കോളേജിലേക്ക് യാത്ര അയക്കുമ്പോൾ, അന്യ സംസ്ഥാനങ്ങളിൽ അഡ്മിഷൻ എടുത്ത് അവർ ഉപരിപഠനത്തിന് വേണ്ടി പോകുമ്പോൾ അമ്മമാരുടെയും അപ്പന്മാരുടെയും ഒക്കെ ഉള്ളിലും ഒരു പിടച്ചിലുണ്ട്, ഇല്ലേ? ഉണ്ട്. എന്റെ ഈ കുഞ്ഞ് പാപത്തിന്റെ സ്പർശമേൽക്കാതെ, പാപത്തിന്റെ മാലിന്യമേൽക്കാതെ എന്റെ ഭവനത്തിലേക്ക്, ഞങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങി വരുമോ എന്നൊരു പിടച്ചിലുണ്ട്. ഈ പിടച്ചിലെന്ന് പറയുന്നത് എന്താണ്? അതൊരു വ്യാകുലമാണ്. അതുപോലെ ഈ മക്കൾ മദ്യത്തിനും ലഹരിക്കും അടിമപ്പെടാതെ വളർന്നു വലുതായി വരുമോ എന്ന് ഓരോ മാതാപിതാക്കന്മാർക്കും വ്യാകുലങ്ങളുണ്ട്, ആകുലതകളുണ്ട്. തെറ്റായ കൂട്ടുകെട്ടിൽ ചെന്ന് വീഴാതെ ഈ മക്കളൊക്കെ വിശുദ്ധിയിൽ വളരുമോ എന്ന് അവരാകുലപ്പെടാറുണ്ട്. പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്നുപെടുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് അവർ ദൈവത്തെ മറക്കുമോ എന്നൊക്കെയുള്ളത് മാതാപിതാക്കന്മാരുടെ ആകുലതകളാണ്, വ്യാകുലങ്ങളാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യജീവനെ സംരക്ഷിക്കുവാൻ, മക്കളുടെ ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ മുറിവേറ്റ ഹൃദയവുമായി ഓടുന്നത് മാതാപിതാക്കളും രക്ഷിതാക്കളുമാണ്, നമ്മളൊക്കെ തന്നെയാണ്. അവരൊക്കെയാണ് ഉള്ളുപൊള്ളി നീറുന്നത്.